നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് എല്ലാരും കൂടെ 5000 രൂപ ഇത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങൾ ആനന്ദ് പറയണേ. അതെ, ഇവൾക്കറിയാം, ദേവിക്ക് അറിയാന്ന് പറഞ്ഞു. ഒരു നിമിഷം എല്ലാരും ഞെട്ടലോടുകൂടി ദേവിയെ നോക്കണം. ആ സമയം ഗോമതി പറഞ്ഞു, നീ എന്തൊക്കെയാടാ പറയണത്? ദേവമോളല്ലേ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയത്, എന്നിട്ട് അവളല്ലേ പറഞ്ഞ 5000 രൂപ കാണുന്നില്ലെന്ന്. 5000 രൂപ കണ്ടിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇവള് പറയണമെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, ധ്യാനത്തെ വെറുതെ നീ അവളെ കുറ്റപ്പെടുത്തണ്ട ദേവിമോളെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവള് കടയിൽ നിന്ന് എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എല്ലാരും ഓർക്കും പാൽ ചേർക്ക് സാധനം എടുത്തു കൊടുത്താൽ പോരെന്നൊക്കെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കണക്ക് നോക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലെന്നറിയാവോ? ചിലപ്പോൾ നേരെ ജോബ് എന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. എന്നിട്ടാണോടാ നീ അവളെ കുറ്റപ്പെടുത്തുന്നേ? അത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അച്ഛനൊന്നും ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. പണം അത് മോഷണം പോയതാന്ന് പറഞ്ഞു. മോഷണം പോയതോ? എടാ, അതെങ്ങനെയാ മോഷണം പോയത്? അല്ല, ഇതിനു മുമ്പ് ഒരു 25000 രൂപ പോയല്ലോ എന്ന് പറഞ്ഞു. എടാ, 25000 രൂപ പോയി, പക്ഷേ എങ്കില് എന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, അല്ല, ആ പണം ആരാ മോഷ്ടിച്ചോണ്ട് പോയെന്ന് അച്ഛൻ അറിയാവോന്ന് ചോദിച്ചു. അതിപ്പോ ആരാ എന്താന്നും അറിയത്തില്ല. ആ പണം മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മ മാമനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പാപം മാമന് ഒരു തെറ്റും ചെയ്യാതെയാണ് അങ്ങനെ ആ ഒരു കുറ്റഭാരവും പേറി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എടാ, അതിന് ഞാൻ അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് തിരികെ വരാതിരിക്കുന്ന. എന്നാലും ഇപ്പൊ ഈ 5000 രൂപ പോയതിന്റെ പേരില് നീ ദേവിമോളുടെ തല പഴിചാറേണ്ട കാര്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആനന്ദേട്ടൻ പറയുന്നുണ്ട് ആ പണം മോഷ്ടിച്ചാന്ന്. അത് ആരാ മോഷ്ടിച്ചത്? കാരണം ഞാനും കടയിലുള്ളതാണല്ലോ, അപ്പൊ എനിക്കും അറിയണമല്ലോ. നാളെ ഒരു പക്ഷെ എന്റെ തലയിലും ചിലപ്പോൾ കുറ്റം വന്നെന്ന് വരാം. അതുകൊണ്ടാ ചോദിച്ചേ, ആ പണം മോഷ്ടിച്ച ആരാന്ന് ആനന്ദേട്ടൻ അറിയാവോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദ് ശ്രീദേവി ഒന്ന് നോക്കുവാണ്. എല്ലാരും കൂടെ ശ്രീദേവി ഇങ്ങനെ നോക്കുക. ശ്രീദേവി അന്തം വിട്ട് ഞെട്ടിത്തരിച്ചിരിക്കുക. ഇനിയിപ്പൊ താനെങ്ങാനും ആണോ മോഷ്ടിച്ചെന്ന് പറയാനായിട്ട് ആനന്ദേട്ടൻ വരണേ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, അതെ, പണം മോഷ്ടിച്ച ആരാന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. എങ്കിൽ പറയടാ, പണം മോഷ്ടിച്ച ആരാന്ന് ഗോമതി ചോദിച്ചു. അത് ഈ നിൽക്കുന്ന ഇവളുടെ തന്തയാന്ന് പറഞ്ഞു. എല്ലാരും കൂടെ ഒരു നിമിഷം അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്തൊക്കെയാ പറയണ ആനന്ദ്? ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ഗോമതി ആനന്ദിനെ കാരണം എന്തോ ഒറ്റ എണ്ണം കൂടെ പൊട്ടിക്കണം. എടാ, അനാവശ്യം പറയുന്നോ നീ ആരെ കുറിച്ചാ പറയണെന്നറിയാവോ? നിന്റെ ഭാര്യയുടെ അച്ഛനെ കുറിച്ചാ പറയണേ, ദേവിമോളുടെ അച്ഛനെ കുറിച്ച്, ഉദയഭാനു സാറിനെ കുറിച്ച്. അപ്പോഴേക്കും ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താടാ നീ മദ്യപിച്ചിട്ടുണ്ടോ? അച്ഛൻ, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ? ദേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഇതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ശ്രീദേവി ആണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലിൽ നിൽക്കുക. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ ആനന്ദേട്ട പറഞ്ഞ് എത്ര ആളും മോശമായിപ്പോയി. അങ്ങനൊന്നും ഒരിക്കലും പറയാൻ പോലും പാടില്ലായിരുന്നു. ആരെ കുറിച്ചാ പറയുന്നറിയോ? ശ്രീദേവിയുടെ അടുത്തേക്ക് എത്രമാത്രം വിഷമമായി കാണുന്ന ആനന്ദേട്ടൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ആനന്ദേട്ടൻ അല്ലെങ്കിലും ഇപ്പൊ ഈയിടെയായിട്ട് ശ്രീദേവിച്ചിനെ കാണത്തില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ശ്രീദേവിച്ചിനെ കുറ്റപ്പെടുത്തുന്നേ. അതും ഉദയഭാനുവിനെ പോലെയുള്ള ഒരാള് എന്തിനാണ് ഗോമതി സ്റ്റോഴ്സിൽ വന്ന് പണം മോഷ്ടിക്കുന്നത്? അതും 5000 രൂപ. ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാ. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അത് ശരിയാ. അല്ല, അതിന് നീ എന്റെ മോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഉദയഭാനു സാറ് ഇടയ്ക്ക് കടയിൽ വരുന്നെന്നും പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നേ. ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ആനന്ദേത്. ബാലൻ പറഞ്ഞു, എടാ, നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്താ പറഞ്ഞതെന്നറിയോ? നിന്റെ ഭാര്യയുടെ കുടുംബത്തെ കുറിച്ച് നീ അപവാദം പറഞ്ഞുണ്ടാക്കണേ. നിനക്ക് നല്ല ഓർമ്മ വേണം ആനന്ദേ. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയൊന്നും ഒരിക്കലും നീ പറയാൻ പാടില്ലായിരുന്നു. നീ അവളോട് സോറി പറയാൻ പറഞ്ഞു. ആനന്ദ് മിണ്ടിയില്ല. ആ സമയം ഗോമതി പറഞ്ഞു, പറയടാ, അവളോട് സോറി പറയടാ. പാപം, അവൾ നിൽക്കുന്ന കണ്ടില്ലേ? അപ്പോഴേക്കും ഭയങ്കര കരച്ചിലാണ് ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. കാരണം തൻ്റെ അച്ഛൻ്റെ ചതി കുടുംബത്തിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേങ്കില് അച്ഛനാണ് പണം മോഷ്ടിച്ചതെന്ന് ശ്രീദേവിക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട വെറുതെ അനാവശ്യം പറയരുത്. എൻ്റെ അച്ഛൻ പണം ഒന്നും മോഷ്ടിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ പേരും കള്ളനാ. അയാള് തന്നെയാ മോഷ്ടിച്ചെന്ന് വീണ്ടും ആനന്ദ് പറയാണ്. അത് കേട്ടപ്പോ ബാലൻ വന്നിട്ട് ആനന്ദിന്റെ കോളർ നമ്മൾ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഇനി നീ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ആ പണം മോഷ്ടിച്ച ആരാന്നല്ലേ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലോ. ഞാൻ തെളിവ് തരാം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അകത്തേക്ക് അങ്ങോട്ട് കയറി പോവണം.
ഈ സമയത്ത് കോമതിയും ബാലനും ഒക്കെ പരസ്പരം നോക്കുക. അവർക്ക് എന്താ ഏതാ എങ്ങനെയൊന്നും മനസ്സിലായില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് ശ്രീദേവി ഓർത്ത് തെളിവോ, എന്ത് തെളിവ്? തന്റെ അച്ഛനെതിരെ എന്ത് തെളിവ് ആനന്ദേട്ടന്റെ കയ്യിലുള്ളത്? ഇനിയിപ്പോ അച്ഛൻ ശരിക്കും മോഷ്ടിച്ചാണോ? അച്ഛൻ കുറെ ദിവസങ്ങളായി അടുപ്പിച്ച് കടയിൽ വരുന്നുണ്ട്. പക്ഷേ എങ്കില് പണം മോഷ്ടിക്കൊന്നും താൻ കണ്ടിട്ടില്ല. ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അച്ഛൻ വന്നു ഇട്ട് പോയതിന് ശേഷമാണ് പണം പോയിരിക്കുന്നത്. അപ്പൊ ഇനി അച്ഛനെങ്ങാനും മോഷ്ടിച്ചാണോ? ആ സമയത്ത് മീനാക്ഷി ശ്രീദേവിയോട് എന്നിട്ട് പറഞ്ഞു, ശ്രീദേവേച്ചി വിഷമിക്കൊന്നും വേണ്ട, ആനന്ദേട്ടനൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാ, സാരമില്ല, സങ്കടപ്പെടാതിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം ആനന്ദ് അകത്തേക്ക് പോയിട്ട് ഫോൺ എടുത്തു. അതിനകത്ത് ക്യാമറ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോണിനകത്ത്. കടയിലെ ക്യാമറ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ ആനന്ദ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറയൊക്കെ ആരാണ് പണം മോഷ്ടിക്കുന്നത് അറിയണം. കടയിൽ നിന്ന് പണം പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമല്ലോ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒടുവിൽ ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ആനന്ദ് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമില്ലല്ലോ, സ്വന്തം അമ്മ പോലും വിശ്വസിക്കുന്നില്ല, തെളിവ് കാണിച്ചു തരുവാണെങ്കിൽ വിശ്വസിക്കൂല അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ആനന്ദേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ തെളിവ് ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് ഫോണ് എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. അതിനകത്തുനിന്ന് ആ ദൃശ്യങ്ങൾ എല്ലാവരും കാണുക. ഉദയഭാനു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം പതുക്കെ ഡ്രോ തുറക്കുന്നു. അതിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്ത് ഇടയ്ക്കിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുവാണ്. അത് കണ്ടപ്പോൾ ഗോമതിയൊക്കെ ഇങ്ങനെ അറിയാതെ മുഖത്ത് വിരൽ വെച്ച് പോയി. അവരാരും പ്രതീക്ഷിച്ചില്ല. ബാലനൊക്കെ അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എല്ലാരും എന്താ പറഞ്ഞേ? ഞാൻ കള്ളത്തരം പറയുന്നതെന്ന് ഇപ്പൊ വിശ്വാസമായോ? കണ്ടില്ലേ, നിങ്ങൾ നോക്ക്. എന്നിട്ട് ആരും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചുമില്ല. അപ്പോഴേക്കും ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രീദേവി വല്ലാത്തൊരു അന്താളിപ്പില്ല. തന്റെ ജീവിതം തീർന്നു മനസ്സിലായി. തന്റെ അച്ഛൻ തന്നെയാണ് തനിക്കുള്ള ശവക്കുഴി തോണ്ടുന്നത്. കാരണം അച്ഛനാണ് എല്ലാത്തിനും കാരണം. തന്റെ ജീവിതം നശിപ്പിച്ചും പോരാ, ഇനി വീണ്ടും ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാനുള്ള തന്ത്രപ്പാടില്ല. എന്നാലും ഇത്രയും ക്രൂരനായ ഒരു അച്ഛനെ താൻ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു നിമിഷം ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് ആനന്ദ് പറഞ്ഞു, കണ്ടില്ലേ, ഇവളുടെ തന്തയാണെന്ന് മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലായിരുന്നല്ലോ, ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം വന്നില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീദേവിയുടെ നേർക്ക് എല്ലാവരും തിരിയുവാണ്. ശ്രീദേവിക്ക് ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. എല്ലാവരും ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല ശ്രീദേവി നിൽക്കുന്നത്. ഈ സമയത്ത് ആനന്ദിന്റെ മുഖത്തെ വിഷമം കണ്ടുകഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, എടാ എന്താടാ ഇതൊക്കെ എന്ന് ചോദിച്ചു. അച്ഛാ, ഇതിനു മുമ്പ് പണം പോയി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആരാ പണം മോഷ്ടിച്ചെന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് വെച്ച് ഞാൻ അവിടെ CCTVയും കാര്യങ്ങളൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടേ പിടിപ്പിച്ചു വെച്ചേ. ആരും അറിയില്ലാതെ ഞാൻ കൊണ്ടു വെച്ചാ. കാരണം പണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ആരെ എടുത്തിട്ടുണ്ടെന്ന് അറിയണം. അപ്പൊ ഇതിനു മുമ്പ് 25,000 രൂപ പോയിട്ടുണ്ടായിരുന്നല്ലോ. അന്നും ഈ പറയുന്ന ഇവളുടെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങേരായിരിക്കും ആ പണം മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കുക. എന്നിട്ടോ പാവ ധർമ്മമാമയുടെ തലയിൽ കുറ്റം കെട്ടിവെച്ചു. ഇനിയിപ്പൊ ഇവളും കൂടെ ചേർന്നിട്ടാണോ നടത്തുന്നതെന്ന് അറിയത്തില്ല. മിക്കവാറും ഇവൾക്കും ഇതിനകത്ത് പങ്ക് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവിയെ കുറ്റപ്പെടുത്തുക. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരോട് എങ്ങനെ മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയെ ശ്രീദേവി നിൽക്കുവാണ്. ഈ സമയത്ത് ആനന്ദാണെങ്കിൽ സങ്കടത്തോടെ കരഞ്ഞോണ്ട് അവരെന്ന് പറയണേ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ആനന്ദേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ട്. സത്യം പറ, ആനന്ദേട്ടൻ ഇങ്ങനെ സംശയം തോന്നാൻ കാരണം എന്താ? അല്ല, ശ്രീദേവി എടുത്തിന്റെ അച്ഛനാണ് പണം മോഷ്ടിച്ചെന്ന് ആനന്ദേട്ടൻ തോന്നാൻ കാരണം എന്താന്ന് ചോദിച്ചു. ആനന്ദൊന്നും മിണ്ടാന്ന് കരയുവാണ്. എന്താ ആനന്ദേട്ടൻ മനസ്സിൽ എന്താണെങ്കിലും തുറന്നു പറ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ബാലിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്താടാ മോനെ, നിന്റെ മനസ്സിൽ എന്താ ഉള്ളേ? എന്താണെങ്കിലും നീ ഞങ്ങളോട് തുറന്നു പറഞ്ഞല്ല അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ എന്ത് ചെയ്തു? ആനന്ദ് ഒന്നും നോക്കിയില്ല. ശ്രീദേവിയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറയണം. ശ്രീദേവിയുടെ അന്താളിപ്പോടെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇനിയിപ്പോ അവസാനം ഇത് ആനന്ദ് സ്വപ്നം കണ്ടതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാം നടന്നു കഴിഞ്ഞിട്ട് പറയും, അതൊരു സ്വപ്നമായിരുന്നെന്ന് പറയുന്നത് സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രീദേവിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. സത്യങ്ങളൊക്കെ പുറത്തു വന്ന ബാലൻ വെറുതെ ഇരിക്കില്ല. കാരണം ഉദയഭാനു അങ്ങനെ ചതി ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവി ഉറപ്പായിട്ടും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ശ്രീദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്വന്തം തന്ത കാരണം അവളുടെ ജീവിതം താറുമാറായി പോവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാം. അപ്പോഴറിയാം ഇനിയിപ്പോൾ ആനന്ദ് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോ ഇല്ല എന്നൊക്കെ. എന്തായാലും പ്രമോയി കാണിച്ചിരിക്കുന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതായിട്ടോ കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.